അവരൊക്കെ പ്രൊട്ടക്ട് ചെയ്യണത് നിങ്ങൾ തന്നെയാണ്. അതന്നെ ഇപ്പോഴത്തെ പ്രശ്നവും. ഇവിടുത്തെ പ്രശ്നം അതാ. ഇയാൾ ഈ പുളിക്കൽ വന്നിട്ട് കഴിഞ്ഞ റമദാനിൽ ഈ കുഫ്ർ പ്രസംഗിച്ചില്ലേ? ഈ നിയമത്തുള്ള വടവണ്ണയടുത്ത് പാലപ്പറ്റപ്പുറത്തെ സ്ഥലല്ലേ, എന്താ അവിടുത്തെ പേര്, അവിടെ പോയി പ്രസംഗിച്ചില്ല ഇയാള്? എവിടെ പ്രസംഗിക്കാത്തത്? ഇയാള് മിമ്പറിൽ കയറിയിട്ട് പിന്നെ മംഗലാപുരത്ത് ഇബ്രാഹിം ഖലീൽ പള്ളിയില് വിരലെ നിൽക്കുന്നതിനെ പറ്റി ഇപ്പൊ ചില ആളുകൾ നിസ്കരിക്കാൻ നിന്ന JCB പോലെയാണ്. നിങ്ങൾ AP അബ്ദുൽ വലിയ നിസ്കരിക്കാൻ മൂപ്പരെ വിരലെ നിൽക്കുന്നതാണ്. അതിനെ JCB പോലെ എന്നാ കളിയാക്കിയത്. ഇപ്പൊ ഓരോരുത്തർ സൊഫിട് നിന്നിട്ട് കാലുമ ചവിട്ടുകയാണ്. മടവൂരികളെ ഭാഷയാണ്. താടിയെ പരിഹസിക്കുക ഉലുവാണ്. ഉലുവ് എന്താ കേട്ടോളിയും. ഇപ്പൊ ലജ്നന്റെ ഫത്വയാണ് എല്ലാത്തിനും തെളിവ്. ലജ്നന്റെ ഫത്വ നിങ്ങളൊന്ന് എടുക്കുമോ നോക്കുക. അല്ല, ലജ്നന്റെ 8946 ഫത്വ. മൽ ഹദ്ദുല്ലദീ ഇദാ സാദ അൻഹുൽ ഇൻസാനു ഫിദ്ദീനി യുഅ്തബറു ഗുലുവൻ വമാ തഅരീഫുൽ ഗുലുവി വകദാലിക ഹദ്ദു തഫ്രീത്ത് ഫിദ്ദീൻ. ഒരാള് ഏതാണ് ഗുലുവിന്റെ അതിർത്തി? ആ അതിർത്തി കവിഞ്ഞാൽ അത് ദീനിൽ ഗുലുവായി പരിഗണിക്കപ്പെടുന്ന അതിർത്തി ഏതാണ്? എന്താണ് ഗുലുവിന്റെ നിർവചനം? അതുപോലെ തന്നെ തഫ്രീത്ത്, ദീനിൽ ഒരു കാര്യത്തിൽ വീഴ്ച വരുത്തുക എന്ന് പറയുന്നതിന്റെയും അതിർത്തി എന്താണ്? ഉത്തരം, അൽ ഹദ്ദുല്ലദീ ഇദാ സാദ അലൈഹി ഫിദ്ദീനി യുഅ്തബറു ഗുലുവൻ ഹുവ സിയാദത്തു അനിൽ മശ്റൂഅ്. ദീനിൽ അതിര് കവിയലായി പരിഗണിക്കപ്പെടുന്ന അതിർത്തി എന്ന് പറയുന്നത് ശറഅ് അംഗീകരിച്ചതിനേക്കാൾ സിയാദത്താകുമ്പോഴാണ്. ശറഅ് അംഗീകരിച്ച ഏതാ തുണി കയറ്റി കൊടുക്കുന്നതില് ഇസ്റത്തുൽ മുഅ്മിനി ഇലാ നിസ്ഫി സാഖ്. ഒരു മുഅ്മിനിന്റെ തുണിന്റെ അതിർത്തി കണങ്കാലിന്റെ മധ്യത്തിലാണ്. അതിന്റെ മേലേക്ക് പോയി ബർമൂഡന്റെ മാതിരി ആയാലേ ഒലുവാകുള്ളൂ. ഇയാളെന്താണ് നെരിയാണി? അവിടെ നിർത്തിയാ പോരെ? എന്നിട്ട് ഡോക്ടറേറ്റിന് എഞ്ചിനീയർ പഠിക്കുന്ന കുട്ടികൾ മേലേക്കാണ് കയറ്റിയിട്ട് ഈ ഒലുവ് തലയിൽ കയറ്റി ഒറ്റ മുറിക്കല്. എന്നിട്ട് ഇയാളെ ഇതിനെ ന്യായീകരിക്കുക. ഒലുവ് കുഫറല്ലേ? ഹദീസ് കേട്ടോളൂ. വൽ ഗുലുബു ഹുവ തഅമ്മുഖു ഫിശ്ശൈഇ വത്തകല്ലുഫു ഫീഹി. ഒരു കാര്യത്തിൽ വല്ലാതെ ആഴത്തിലേക്ക് പോയിട്ട് അതിൽ കൃത്രിമത്വങ്ങൾ ഉണ്ടാക്കുക. വഖദ് നഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുലുബി ഫഖാൽ. നബി ഖുലുബ് നിരോധിച്ചുകൊണ്ട് പറഞ്ഞു, ഇയ്യാകും വൽ ഖുലുബ ഫിദ്ദീൻ. മതത്തിൽ അതിര് കവിയുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നമാ ഹലക മൻ കാന ഖബലകും വൽ ഖുലുബു ഫിദ്ദീൻ. മതത്തിൽ അതിര് കവിഞ്ഞതാണ് നിങ്ങളെ മുമ്പുള്ളവരെ നശിപ്പിച്ചത്. കണ്ടോ? അപ്പൊ ഖുലുബ് കുഫറാണ്. ഇയാൾ പറഞ്ഞത് നെരിയാണിന്റെ അവിടെ നിർത്തിയായി അതിനേക്കാൾ മേപ്പിട്ട് കയറിയ കുഫറാണ്. ഇതല്ല പ്രസംഗിച്ചത്. അപ്പൊ ഖുലുബ് എന്താണെന്ന് വ്യക്തമായി തന്നെ പറഞ്ഞു. പിന്നെ ഇയാൾ താടിയെ കളിയാക്കുക. എന്താണ്? ഏതെങ്കിലും താടിയൊന്നും പോരാ, അയിമ തൊടാൻ പാടില്ല, അതങ്ങോട്ട് പോയിക്കോട്ടേന്ന് എന്നിട്ട് കളിയാക്കുക. ഇപ്പോൾ ചില ആളുകള് താടിയെ ഇസ്ലാം സുന്നത്താക്കിയ താടിയെ ഫറളാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാ സുഹൃത്തുക്കളെ, താടിയെ പരിഹസിക്കുന്നതിനെ സംബന്ധിച്ച് ഇതാ ചോദ്യം വളരെ വ്യക്തമായി പറയാണ്. മാ ഹുക്മു ശർഈ ഫീമൻ ഇസ്തഹസ ബിസുന്നത്തിൻ മിൻ സുനനി നബിയിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ചര്യയെ പരിഹസിക്കുന്നവന്റെ ശർഈലുള്ള ഹുക്ം എന്താണ്? ഇവിടെ സുന്നത്ത് തന്നെ എടുത്താൽ കൂലില്ലത് ചോദിച്ചാൽ കുറ്റില്ലാത്തതല്ല കേട്ടോ. നബി ചര്യാന്നേ അർത്ഥമുള്ളൂ. കമൻ യസ്തഹസിഹു ബിൽലിഹ്യതി, താടിയെ പരിഹസിക്കുന്നവനെ പോലെ, ഔ ബി സാഹിബിഹാ, അല്ലെ താടി വെച്ച ആളെ പരിഹസിക്കുന്ന പോലെ, ലി കൗനിഹി ദാ ലിഹ്യത്തിൻ, അയാൾ താടി ഉള്ള ആളാണ് എന്നതിനാൽ, ഫയുനാദി ഇസ്തിഹ്സാൻ യാ ദിഖൻ, താടിക്കാരാന്നായിരിക്കും ഉദ്ദേശം, താടിക്കാരാന്ന് വിളിക്കുക. ഫനർജു മിൻ ഫളീലതികും അത്തഖറു ബി ബയാനി ഹുക്മി ഖായിലിഹാ. അങ്ങനെ പറയുന്ന ആളെ എന്താണ് അയാളെ കുറിച്ചുള്ള വിധി എന്ന് പറഞ്ഞു തരണം. മറുപടി കേട്ടോളൂ. ലജ്ന ദായിമന്റെ ഫത്വ അല്ലെ, ഭുവന പ്രശസ്തരായ പണ്ഡിതർ എഴുതിയത് കേട്ടോ. അൽ ഇസ്തിഹ്സാഉ ബിൽ ലിഹ്യതി മുൻകറുൻ അളീം. താടിയെ പരിഹസിക്കുക എന്നത് വലിയ തെറ്റാണ്. ഫൈൻ ഖസദൽ ഖായിലു ബിഖൗലിഹി യാ ദഖന്ന സുഖറിയത് ഫദാലിക കുഫ്റുൻ. പരിഹാസം ഉദ്ദേശിച്ചുകൊണ്ടാണ് താടിക്കാരാന്ന് വിളിച്ചതെങ്കിൽ അത് കുഫറാണ്. വൈൻ ഖസദ തഅരീഫ് ഫലൈസ ബികുഫ്രിൻ. ചില ആളെ പരിചയപ്പെടുത്തുമ്പോൾ ആ താടിയുള്ള ഒരാളാണ്, അങ്ങനെ ചെല്ലുമ്പോൾ കാണാൻ താടി വെച്ച ഒരാള് എന്നൊരാളെ പരിചയപ്പെടുത്താൻ അങ്ങനെ പറയേണ്ടതാണോ? അതിൽ കുഴപ്പമില്ല. താടിക്കാരാന്ന് വിളിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ വാക്കുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അബില്ലാഹി വ ആയാതിഹി വറസൂലിഹി കുന്തും തസ്തഹ്സിഊൻ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പരിഹസിക്കുന്നത് പാടില്ലാത്തതാണ്. ഇത് മാത്രല്ല, താടി വെക്കൽ നിർബന്ധമാണെന്ന് വ്യക്തമാക്കുന്ന എത്രയോ ഫത്വകളുണ്ട്. താടി വടിക്കൽ ഹറാമാണെന്ന് വ്യക്തമാക്കുന്ന ലജ്ന ദായിമയുടെ എത്രയോ ഫത്വകളുണ്ട്. അപ്പൊ താടിയെ പരിഹസിക്കുക, താടി ഫർളാണ് ഉജൂബാണെന്ന് പറഞ്ഞാൽ അതിനെ പരിഹസിക്കുക, താടി വടിക്കൽ ഹറാമാണെന്ന് പറഞ്ഞാൽ അതിനെ പരിഹസിക്കുക. മുഹിയുദ്ദീൻ മദനി പരപ്പനങ്ങാടി ജമിയത്തിന്റെ വൈസ് പ്രസിഡന്റ്, പിന്നെ അബൂബക്കർ ഫാറൂഖി കടവത്തൂർ, അവർ രണ്ടുപേരും കൂടി എഴുതി 1987
ദുബായ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ 4 മദ്ഹബിലും താടി വടിക്കൽ ഹറാമാണെന്ന് ഇബാറത്തുകൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. മദ്ഹബിന് പുറത്തുള്ള സലഫി പണ്ഡിതന്മാരുടെ അഭിപ്രായം അത് തന്നെയാണ് എന്നെടുത്തു കൊടുത്തിട്ടുണ്ട്. ഇനിയും കേട്ടോളൂ സുഹൃത്തുക്കളെ, മാ ഹുക്മു സ്വലാത്തി ഖൽഫ ഹാലിക്കിൽ ലിഹിയ, താടി പഠിച്ചവന്റെ ബാക്കിൽ നിസ്കരിക്കണേന്റെ ഹുക്കം എന്താണ്? ബൽ വയഹ്സഉ മിമ്മൻ തറക ലിഹിയതഹു വയഅ്മുറു ബിഹൽഖിഹാ. കണ്ടോ, താടി പഠിക്കണമെന്ന് കൽപ്പിക്കുകയും അതുപോലത്തെ താടിയെ ഉപേക്ഷിക്കുകയും ചെയ്തവനെ പരിഹസിക്കുകയും ചെയ്യുന്നു. അവന്റെ ഹുക്കം എന്താ? ജവാബ്, ലാ യജൂസുൽ ഇസ്തിഹ്സാഉ ബിമൻ അഹ്ഫാ ലിഹിയതഹു, താടി നീട്ടിയവനെ പരിഹസിക്കൽ ജായിസല്ല, ഹറാമാണത്. ലിഅന്നഹു അഹ്ഫാഹാ, അയാളത് നീട്ടിയത് തംഫീദൻ ലിഅംരി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ കൽപ്പന നടപ്പിലാക്കാൻ വേണ്ടിയാണ്. വയംബഗി നുസ്ഹുൽ മുസ്തഹ്സി, പരിഹസിക്കുന്ന ആളെ ആദ്യം ഉപദേശിക്കണം. വഇർഷാദുഹു, അതുപോലെ തന്നെ അയാൾക്ക് നല്ല വഴി പറഞ്ഞു കൊടുക്കുകയും വേണം. വഇർഷാദുഹും അമ്മ സ്വലാത്തു വറാഅഹും, എന്നാൽ അവരെ പിന്നിൽ നമസ്കരിക്കൽ, ഫഹുക്മുഹാ, അതിന്റെ ഹുക്മ ഹുക്മുസ് സ്വലാത്തി വറാഅൽ ഫാസിഖി, ഒരു തമ്മാടിയുടെ പിന്നിൽ നമസ്കരിക്കുന്നതിന്റെ ഹുക്കുമാണ്. താടി പഠിച്ചവൻ ഫാസിഖാണ്. വൽ അഹ്വതു, സൂക്ഷ്മമായിട്ടുള്ളത് അദമുസ് സ്വലാത്തി ഖൽബഹും, അവന്റെ പിന്നിൽ നിസ്കരിക്കാതിരിക്കലാണ്. ലിഅന്ന ബഅദ അഹ്ലിൽ ഇൽമി കഫറഹും, കാരണം ചില പണ്ഡിതന്മാർ അവർ കാഫിറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ക്യാൻസറിന് ഖുർആൻ ചികിത്സ, ലജ്നന്റെ ഫത്വേ കേട്ടോളികള്, ഹലിത്തദാവി വൽ ഇലാജ് ബിൽ ഖുർആൻ യശ്ഫി മിനൽ അംറാദിൽ ഉദുവിയ്യ കസ്സർത്താൻ കമാ ഹുവ യശ്ഫി മിനൽ അംറാദിർ റൂഹിയ്യ കൽ ഐനി വൽ മസ്സി വഗൈരിഹാ. കണ്ടോ, റിയാദിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ഖുർആൻ കൊണ്ട് ചികിത്സിക്കാമോ മിനൽ അംറാദിൽ ഉദുവിയ്യ, മനുഷ്യന്റെ ശാരീരിക അവയവങ്ങൾക്കുള്ള രോഗത്തിന്, കസർത്താൻ ക്യാൻസർ പോലെ, കമാ ഹുവ യശ്ഫി മിനൽ അംറാദിർ റൂഹിയ്യ, ആത്മീയ രോഗങ്ങൾക്ക് ശമനം നൽകുന്നത് പോലെ ഖുർആൻ കൊണ്ട് ശമനം ലഭിക്കോ? കൽ ഐനി, കണ്ണേറ്, വൽ മസ്, പിശാച് ബാധ, വഗൈരിഹിമാ, അതല്ലാത്തതും. വഹല്ലി ദാലിക ദലീലുൻ, ഇതിന് തെളിവുണ്ടോ? മറുപടി, അൽ ഖുർആനു വദ്ദുആഉ ഫീഹിമാ ശിഫാഉൻ മിൻ കുല്ലി സൂഇൻ, ഖുർആനും അതുപോലെ തന്നെ പ്രാർത്ഥനയും, അത് രണ്ടിലും എല്ലാ വിഷമങ്ങളിൽ നിന്നുമുള്ള ശിഫയുണ്ട്. വല്ലദില്ലത്തു അലാ ദാലിക കസീറത്തുൻ, അതിലുള്ള തെളിവുകൾ ധാരാളമാണ്. ഒന്നെന്താ? ഖുൽ ഹുവ ലില്ലദീന ആമനൂ ഹുദം വശിഫാ, ഖുർആൻ മുഅ്മിനീങ്ങൾക്ക് സന്മാർഗവും ശിഫയുമാണ്. മറ്റൊരായത്ത് വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, ഖുർആനിൽ നിന്നും ശിഫയാകുന്നതും മുഅ്മിനീങ്ങൾക്ക് റഹ്മത്താകുന്നതും നാം അവതരിപ്പിക്കുന്നു. എന്നിട്ട് കേട്ടോളൂ, വകാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദസ്തകാ ശൈഅൻ ഖറഫി കഫൈൻ ദനൗമി സൂറത്ത് ഖുൽ ഹുവല്ലാഹു വൽ മുഅവ്വദത്ത് 3 മററാത്ത്. റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോൾ നബി 2 കൈപ്പത്തിയിലും ഉറങ്ങുന്ന സമയത്ത് ഓതിയിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് മുഅവ്വദത്തൈനിയും ഓതാറുണ്ടായിരുന്നു 3 തവണ. സുമ്മ യംസഹു ഫീ കുല്ലി മറത്തിൻ, ഓരോ തവണ ഓതുമ്പോഴും തടവും, മസ്തതാഅ മിൻ ജസദിഹി, കൈയെത്തുന്ന ശരീരഭാഗങ്ങളിലൊക്കെ. ഫയബ്ദഉ ബിറഅസി വജി, ആദ്യം തല തടവും, പിന്നെ മുഖം തടവും, വസദരിഹി, പിന്നെ നെഞ്ച് തടവും, ഫീ കുല്ലി മറത്തിൻ, എല്ലാ ദിവസവും ഉറങ്ങുമ്പോൾ. കമാ സഹൽ ഹദീസ് ബിദാലിക അൻ ആയിഷ റളിയല്ലാഹു അൻഹാ. കണ്ടോ, അപ്പൊ ക്യാൻസറിന് വരെ റുഖ്യ നടത്താന്നാണ് ലജ്ന ദായിമ ഫത്വ കൊടുത്തിട്ടുള്ളത്. അതുപോലെ കണ്ണേറിന് കുളി ചികിത്സ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ലജ്ന ദായിമയുടെ ഫത്വ എന്നും പറഞ്ഞിട്ട് ഇതൊക്കെ അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ? തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ രൂപത്തിൽ സുന്നത്തിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് വരെ പ്രൊട്ടക്ഷൻ കൊടുത്ത് അതിനൊക്കെ ന്യായീകരിക്കുക. നിയമത്തിന് അത്ര ക്രൂശിക്കാൻ മാത്രമൊന്നുമില്ല, ആ പ്രസംഗം മുഴുവൻ കേട്ടാ മതി. ആരാ പറഞ്ഞത്? അബ്ദുറഹ്മാൻ സലഫി. അത് മുഴുവൻ കേട്ടാല് ഒരു കുഴപ്പമില്ല എന്നാ പറഞ്ഞത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? മുഴുവൻ കേട്ടാ മതിയോ? പോരാ. പിന്നെ സുഹൃത്തുക്കളെ, ഇവിടെ വിശദീകരിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. നമ്മുടെ അബ്ദുൽ ജബ്ബാർ മൗലവി ചെറിയ മുണ്ടത്തെ പറ്റി മതിപ്പോടുകൂടി സംസാരിച്ചതിന് ഈ അനസ് മുസ്ലിയാർ പരിഹസിച്ചു. ജബ്ബാർ മൗലവിന്റെ 1-ാം പ്രമാണം ചെറിയ മുണ്ട എഴുതിയതാണ്, കളവാണ് അയാളാ പറഞ്ഞത്. ജബ്ബാർ മൗലവി എഴുതിയിട്ട് വിവാദമായതിനു ശേഷമാണ് ചെറിയ മുണ്ടോ മുമ്പ് ഇങ്ങനെ എഴുതിയിട്ടല്ല മൗലവിന്ന് വേറെ ചില ആളുകൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തത്. പിന്നെ ചെറിയ മുണ്ടത്തെ പ്രശംസിക്കുക എന്നുള്ളത് ഇയാൾക്ക് സഹിക്കുന്നില്ല. മുസ്ലിയാർ എങ്ങളൊക്കെ അന്ന് ഹുറാഫിയായിരിക്കും. ഈ കൊട്ടപ്പുറം സംവാദത്തിൽ കാന്തപുരത്തെ വെള്ളം കുടിപ്പിച്ചത് ആരാ? ചെറിയ മുണ്ടായിരുന്നു. ചെറിയ മുണ്ടത്തിന്റെ ഒറ്റ ചോദ്യാണല്ലോ, അല്ലേ? എനിക്ക് ഗൈബ് അറിയുകയില്ല എന്ന് ജനങ്ങളോട് പറയൂ നബിയേ എന്ന ആയത്തങ്ങ് ഓതിയപ്പോ
കാന്തപുരം പറയാണ് അത് കാഫിരീങ്ങളോടാണ് മൗലവി എനിക്ക് കൈപറിയുകയില്ല എന്ന് പറഞ്ഞത്. അപ്പൊ ചെറിയ മുണ്ടത്തിന് അടുത്ത ചോദ്യം, കാഫിരീങ്ങൾ വരുമ്പോൾ ഒരു മറുപടിയും മോമിനീങ്ങളോട് വേറെ മറുപടിയും പറയുന്ന ആളായിരുന്നു റസൂൽ എന്നാണോ മുസ്ലിയാരെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കുടുങ്ങി മുസ്ലിയാര് ആണെന്നും പറയാൻ വയ്യ, അയ്യാന്നും പറയാൻ വയ്യ. അപകടമാണ് ഞാനിങ്ങനെ പറഞ്ഞില്ല, പിൻവലിക്കണം, ആരും എണീക്കരുത്. അങ്ങനെ കുഴപ്പമുണ്ടായത്. അതാ ചെറിയ മുണ്ടം. ആ ചെറിയ മുണ്ടത്തെ ഇയാൾ പറയാണ് ചെറിയ മുണ്ടം പറ്റിയത് ശിർക്കാണ്, അദ്ദേഹത്തിന് തിരുത്തേണ്ടി വന്നു. പച്ച നുണയാ പറഞ്ഞത്. ചെറിയ മുണ്ടം തിരുത്തിയിട്ടില്ല. ശബാബിന് നിങ്ങൾ വായിച്ചത് എന്താ? ഞാൻ അന്ന് എഴുതിയതിൽ ചില അതിന്റെ ഇടയിൽ വന്നൊരു വാചകത്തിൽ ചില ആശയക്കുഴപ്പം ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഖേദിക്കുന്നു. അതിന്റെ അർത്ഥം ഞാൻ എഴുതിയ ശിർക്കാണെന്നാ തന്നെ. ഈ മുസ്ലിയാർ ഇവിടെ എന്നിട്ട് പറയാ ചെറിയ മുണ്ട അന്ന് ശിർക്കല്ല എന്ന് പറഞ്ഞത് ഇപ്പൊ ശിർക്കാന്ന് തിരുത്തേണ്ടി വന്നു. കളവ് പറയാ. അപ്പൊ ഞാൻ എഴുതി ശിർക്കാൻ ശ്രമിച്ചപ്പോ അതിനെ ഖുർആൻ പരിഭാഷ ഉപയോഗിക്കാൻ പറ്റുമോ? അയാളാണ് ഇസ്ലാന് നമ്മുടെ സ്നേഹസംവാദം മാസികയിൽ ഇപ്പോഴും ഫത്വ കൊടുക്കുന്നത്, ശബാബിൽ ഇപ്പോഴും ഫത്വ കൊടുക്കുന്നത്. ശിർക്കുള്ള ആളുടെ ഫത്വ സ്വീകരിക്കാൻ പറ്റുമോ? അപ്പൊ ചെറിയ മുണ്ടൻ തിരുത്തിയിട്ടില്ല, തിരുത്തിക്കണം എന്നാണ് നിങ്ങളൊക്കെ ആഗ്രഹം. പിന്നെ അബ്ദുൽ ജബ്ബാർ മൗലവിയെ കൊണ്ട് തിരുത്തിപ്പിക്കാം, കേന്നം പറയട്ടെ, കേജയ് പറയട്ടെ എന്ന് സക്കരിയ സലാഹി പറഞ്ഞിരുന്നത്. ആ ക്ലിപ്പ് നേരെ കേട്ടാ മതി, മുസ്ലിയാരത് വളച്ചൊടിക്കുക. അതിലെന്താ ഞാൻ പറഞ്ഞത്? അങ്ങനെ കേന്നമും കേജയും പറഞ്ഞിട്ട് ജബ്ബാർ മൗലവിക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുത്താൽ അദ്ദേഹത്തോട് പിൻവലിക്കാൻ നമുക്ക് ആവശ്യപ്പെടാന്നാണ്. എന്താ കേന്നം പറഞ്ഞില്ലേ, കേജ പറഞ്ഞത് എന്താ പിൻവലിപ്പിക്കാത്തത്? ബോധ്യപ്പെടുത്തി കൊടുക്കാത്തോണ്ടല്ലേ. അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കി. അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്താൽ അദ്ദേഹം തന്നെ പിൻവലിക്കും. അതിന് ശിർക്കുണ്ട്, പ്രാർത്ഥന ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ആർക്കും സാധിച്ചിട്ടില്ലല്ലോ. അതിലേറെ രസം കാര്യോ 2007 തന്നെ ഈ മുസ്ലിയാർക്ക് ബോധ്യപ്പെട്ടിരുന്നു. എന്നിട്ട് പിന്നെ 2012 വരെ അതിൽ ശിർക്കില്ല, അതിൽ തെറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുക. എന്നിട്ട് മൂപ്പര് തൗബ ചെയ്തത് ഇങ്ങനെ വല്ലാതെ എടുത്ത് പറയാ. എന്നിട്ട് ഞാന് പണ്ട് സിഹിർ വലിക്കുന്ന് പറഞ്ഞത്, എന്നിട്ട് ഞാനത് തിരുത്തി അത് മടവൂരികളിട്ട് നടക്കണത്, അതൊന്നും മുസ്ലിയാരുടെ വിഷയമല്ല. അത് എന്റെ വ്യക്തിപരമായ തെറ്റ്, പ്രസ്ഥാനത്തിന്റെ തെറ്റല്ല. പ്രസ്ഥാനം അന്നും ഇന്നും സിഹിർ വലിക്കുന്ന വിശ്വസിക്കണത്. ഇടക്കാലത്ത് സലാം സല്ലമി ഉണ്ടാക്കിയ പുകമറയായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യ എന്ന നിലയ്ക്ക് എനിക്കും മറ്റു ചില വിദ്യാർത്ഥികൾക്കും കിട്ടി. ഞങ്ങളത് മനസ്സിലാക്കി തിരുത്തി. അതുപോലെയാണോ നിങ്ങളെ തൗബ? നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ ആദർശമാണ് തിരുത്തിയത്. അതൊരിക്കലും തന്നെ ഇതിനോട് താരതമ്യം ചെയ്യാൻ പറ്റുകയില്ല എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തണം. പിന്നെ അനസ് മുസ്ലിയാർ വാദപ്രതിവാദത്തിന്റെ വെല്ലുവിളി ഞാൻ വ്യക്തിപരമായി തയ്യാറാണ്. താൻ ആരാണോ KNM-ൽ? താൻ KJU-ൽ ആരാ? ഒരു വാടക പ്രാസംഗി എന്നല്ലാതെ. KJU-നോടും പറഞ്ഞതെന്താ? KJU-നും KNM-നും ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഈദാൻ കത്ത് കൊടുത്തതെന്താ? നേതാക്കന്മാര് സൗദിയിൽ വന്നപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പണ്ഡിതന്മാരുടെ മുമ്പിൽ ഇരിക്കാമെന്ന് സമ്മതിച്ചിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ ഔക്കാഫ് മന്ത്രിയോട് നിങ്ങളുടെ കാര്യം സംസാരിച്ചിട്ടുണ്ട്. കേരളത്തിലെ സലഫികൾക്കിടയിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, അദ്ദേഹം അതിൽ ഇടപെടാൻ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഔക്കാഫിന്റെ മന്ത്രി എന്ന നിലയ്ക്ക് സംഘടന ഔദ്യോഗികമായി ഒരു കത്ത് കൊടുക്കണം. സംഘടന കത്ത് കൊടുക്കണം. അനസിനെ ക്ഷണിച്ചിട്ടില്ലല്ലോ. കേരളത്തിൽ മഹാപണ്ഡിതനായ അനസ് മുസ്ലിയാർ എന്ന് പറയുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞ് ഈദാൻ കത്തയച്ചതാ. ആരാ മുസ്ലിയാർ എങ്ങളെ വിളിച്ച്? KNM കത്ത് കൊടുക്കട്ടെ. നമ്മൾ രണ്ടു കൂട്ടരും ഇരിക്കാമെന്ന് നേതാക്കന്മാർ എവിടെ പോയ സമ്മതിച്ചതല്ലേ? അത് പൂഴ്ത്തി വെച്ചിരിക്കുന്നു. ഈദാന്റെ കത്ത് വന്നപ്പോൾ അത് പുറത്തായത്. ഇങ്ങനെ ഒരു ഇത്തിഫാക്ക് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ? ഔഖാഫ് മന്ത്രി സാലി ആലി ഷെയ്ഖിന് സംഘടന കത്ത് കൊടുക്കണം, ഞങ്ങൾ ഇരിക്കാൻ റെഡിയാണ്. അപ്പോൾ സാലി ആലി ഷെയ്ഖ് പറയാൻ ഔഖാഫിന്റെ ചെലവിൽ ഗവൺമെന്റ് അതിഥികളായിട്ട് നമുക്ക് പോകാന്ന, അല്ല സക്കരിയ സലാഹിന്റെ ചെലവിലല്ല. എന്തൊക്കെയാ ഈ മുസ്ലിയാർ പറയണത്? എന്റെ ചെലവ് നിങ്ങൾ വഹിക്കാന്ന് ഏറ്റല്ലേ? ആരേറ്റു മുസ്ലിയാരെ? ആർക്കാ നിങ്ങളെ വേണ്ടത്? വലിയ ആളായിട്ട് ഞാൻ റെഡിയാണ്, ഞാൻ വ്യക്തിപരമായി റെഡിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സക്കരിയ സലാഹി ഇപ്പൊ പറഞ്ഞ 4 ചാല് പൂട്ടട്ടെ എന്നിട്ട് നോക്കാൻ. അതൊന്നും മുസ്ലിയാരെ എങ്ങക്ക് തിരിയില്ല. അതെ, മുജാഹിദ് പണ്ഡിതന്മാര് പണ്ടേ പറയുന്ന മറുപടിയാ. നമ്മളൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നാൽ ഉടനെ തന്നെ മുസ്ലിയാക്കന്മാർ വാദപ്രതിവാദത്തിനുണ്ടോ കത്തുവെച്ച് വരും. മുസ്ലിയാരെ എപ്പ തന്നെ വാദപ്രതിവാദം വേണോ? ഒരു 4 ചാലി ഞങ്ങൾ പൂട്ടട്ടെ, ഞങ്ങൾ പറയാ, പിന്നെ നിങ്ങൾ മറുപടി നിങ്ങൾ പറയാ, ഞങ്ങൾ മറുപടി പറയാ, അങ്ങനെ 4 ചാലി പൂട്ടട്ടെ. ഇത് സാധാരണ പറയാറുള്ള മറുപടിയാണ്. കഴിഞ്ഞ 1.5 വർഷമായി ജംഇയ്യത്തുൽ ബാനർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയ കള്ള വിശദീകരണങ്ങൾ അതൊരുപാട് തെറ്റിദ്ധാരണ ആളുകൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തിരുത്താൻ ഞങ്ങൾക്കൊരു കൊല്ലം വേണം. അത് കഴിഞ്ഞിട്ട് കട്ട ഉടയാത്തത് ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് വാദപ്രതിവാദം നടത്താം എന്നാണ്. നിങ്ങളിപ്പോ എന്തിനാ ബേജാറാകണത്? നിങ്ങൾക്ക് എന്താ ഒരു ബേജാറ്?
ജനങ്ങൾ കേട്ടോട്ടെ, ഇനിയിപ്പോ നിങ്ങൾ സർക്കുലർ ഇറക്കാൻ പോവാന്ന് പറഞ്ഞു. സക്കരിയ സലാഹിയുടെ പരിപാടിക്ക് സഹകരിച്ചവർ സംഘടനയിൽ ഉണ്ടായിരിക്കുകയില്ല. സംഘടനയിൽ അപ്പൊ ആരാ അവസാനം ഉണ്ടാകുക? ഞാനും എന്റെ പുയ്യാപ്പിളി ഒരു തട്ടാനും. അവിടേക്കപ്പോ KNM ഈ കോക്കസ് കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ മന്ത്രത്തെ കുറിച്ച് പറഞ്ഞ ഹദീസുകളുണ്ട്. ആ മന്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഭാര്യക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറയാണ്. ആരോട്? ശിഫാ ബിൻത് അബ്ദുള്ളയോട്. എന്നിട്ട് ആ മന്ത്രം എനിക്കൊന്ന് കാണിച്ചു തരുമോന്ന് പറഞ്ഞു. കാണിച്ചു കൊടുത്തപ്പോ ഇതിൽ ശിർക്കില്ല എന്ന് നബി മനസ്സിലാക്കിയിട്ട് നബി എന്ത് ചെയ്തു? അത് ഉപയോഗിക്കാൻ പറഞ്ഞു. ലാ ബഅസ ബിർറുഖ മാ ലം യകുൻ ഫീഹി ശിർക്കുൻ. ശിർക്കില്ലാത്ത മന്ത്രം കൊണ്ട് കുഴപ്പമില്ല. കണ്ടോ? ശിഫാ ബിന്ദിന്റെ മന്ത്രം നബിക്ക് പറഞ്ഞു കൊടുത്തു. ഫാറല്ല നബിക്ക് കാണിച്ചു കൊടുത്തു. അതിൽ പറഞ്ഞു കൊടുത്താണ്, അല്ലെങ്കിൽ എഴുതി കൊടുത്താണ്. ഏതായാലും നബി അത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അത് അനുവദിച്ചു കൊടുത്തു എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മന്ത്രത്തെക്കുറിച്ച് പൊതുവായി പറയാ ചെയ്തിട്ടുള്ളത്. നംലക്കുള്ള മന്ത്രം, അതുപോലെ തേള് കുത്തിയുള്ള മന്ത്രം, അതൊക്കെ ജാഹിലിയത്തിൽ ഉപയോഗിച്ചിരുന്ന മന്ത്രമാണ്. എന്നിട്ടും ശിർക്കില്ലാത്തതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഒരാൾ മറ്റൊരാൾക്ക് റുഖ്യ ചെയ്ത് കൊടുക്കുക, റുഖ്യ ചെയ്യാൻ പ്രത്യേകം ആളുകൾ ഉണ്ടാകുക എന്നുള്ളതൊന്നും സഹാബത്തിന്റെ ഇടയിൽ നിങ്ങൾ പറയുന്നത് പോലെ തെറ്റായ ഒരു കാര്യമായി കണ്ടിട്ടില്ല. റുഖ്യ ചെയ്യാൻ പ്രത്യേക ആളുണ്ടായാൽ അതെന്തോ അയാൾക്കൊന്ന് പ്രത്യേക സിദ്ധി ഉണ്ടെന്നോ, അയാളത്ത് റുഖ്യ ചെയ്താൽ എന്റെ മാറുന്നോ, അയാളെ തവക്കുലാക്കണമെന്നോ, അതൊക്കെ വരുമ്പോഴേ തെറ്റുള്ളൂ. അയാളെ റുഖ്യ കൊണ്ടാട്ടോ മാറിയത്. അയാൾക്കൊരു പോരിശയില്ല. റുഖ്യ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം. റുഖ്യ ചെയ്യാൻ വരുന്ന ആളോട് നമ്മൾ എന്താ ആദ്യം പറയാ? ആദ്യം അള്ളാഹു മാത്രമേ ശിഫ നൽകുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കും. വേലസും മുറുക്കൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം അഴിപ്പിക്കും. അതാ നേരത്തെ സലാമോങ്ങം കൊണ്ടുപോയിട്ട് അല്ലേ അയക്കാൻ പറഞ്ഞ സുബൈർ ഡോക്ടർ. അത് അയച്ചില്ലെങ്കിൽ റുഖ്യ ചെയ്യൂല, ചെയ്തിട്ട് ഫലല്ല. എന്നിട്ട് അള്ളാഹു മാത്രമാണ് ശിഫ നൽകുന്നവരെന്നും തൗഹീദും ഒക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കും. അത് ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ കൊണ്ട് ചികിത്സിക്കുക. അത് എത്രയോ സ്ഥലത്ത് റുഖ്യ പരാജയപ്പെട്ടിട്ടില്ലേ? ഭൗതിക ശാസ്ത്രം എത്ര പരാജയപ്പെട്ടിന് അല്ലേ? ഈ ആശുപത്രിയൊക്കെ ഉണ്ടായിട്ട് എത്ര ആള് മരിച്ചതിന്റെ ശേഷമാണ് അത് ചികിത്സ ശരിയല്ല, ആ ഡോക്ടർ തല്ല കൊണ്ടോണ്ടിന്ന്, അയാൾക്ക് അത് തിരിഞ്ഞില്ല. എന്താ ചെയ്യാ നമ്മളെ വിധി? അതിന്റെ അർത്ഥം വൈദ്യശാസ്ത്രം തെറ്റാണ്, ബന്റെ മുറി വൈദ്യം, ബന്റെ അറിവില്ലായ്മ എന്നതുപോലെ റുഖ്യ അറിയാത്ത ആളുകൾ പലതും ചെയ്യും. അബദ്ധങ്ങൾ വരും. അബദ്ധങ്ങൾ വരുമ്പോ തിരുത്തി കൊടുക്കുക ജംഇയ്യത്തുൽ ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അല്ലാതെ അബദ്ധം വരും വിചാരിച്ചിട്ട് ഒന്നാകെ റുഖ്യനെ നിഷേധിക്കല്ല. എലി വരും വിചാരിച്ച് ഇല്ലം ചുടാറുണ്ടോ? എലിയെ കണ്ടെത്തി പുറത്താക്കാന്നല്ലാതെ. അങ്ങനെ എലിയെ പേടിച്ച് ഇല്ലം ചുടുന്ന പണിയാണ് ചെയ്യണമെന്ന് ഇപ്പോൾ ചില ആളുകൾ പറയുന്നത്. ഏതായിരുന്നാലും സുഹൃത്തുക്കളെ, ശിർക്കാരോപണത്തിൽ ഇവർ പിന്നോട്ട് പോകേണ്ടി വന്നു, യാതൊരു സംശയമല്ല. ഇനി റുഖ്യ കൊണ്ടൊന്ന് ഇറങ്ങി നോക്കുക. ഇൻഷാ അല്ലാഹ് അതിന്റെ മുനയും ഞങ്ങൾ ഒടിച്ചു തരാ. ഇന്നിപ്പോ സമയം കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. KJUവിന്റെ കുതന്ത്ര ബുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണെങ്കിൽ അതിനെന്നെ വേണം ഞങ്ങൾക്കൊരു ദിവസം. സുഹൃത്തുക്കളെ, എന്തിനാപ്പ ഈ തിരുവനന്തപുരത്ത് 4 ആള് ഹുറാഫിക്ക് പോയത് ഇത്ര പൊങ്കി പിടിച്ചറിയോ? തിരുവനന്തപുരത്ത് വരെ കാര്യം കട്ടപ്പുകയായി. വിശദീകരിക്കാൻ ചെന്നിട്ട് നല്ലോണം അങ്ങോട്ട് കിട്ടി. ഒരു രംഗം മാത്രം അത് നിങ്ങൾ കണ്ടോളി. ഒരു ചോദ്യം അനുവദിച്ചതാണ്. ആ ചോദ്യം അദ്ദേഹം ചോദിക്കും. സദസ്സ് അവിടെ അടങ്ങിയിരിക്കണം. ചോദിക്കോ. ഹലോ, അടങ്ങിയിരിക്കും. ആരെങ്കിലും ആ മുഖാമുഖത്തിൽ മലക്കാണെന്ന് ആയിക്കോട്ടെ എങ്കിലും ചോദിച്ച കുഴപ്പമില്ല, മലക്കുണ്ടെങ്കിൽ എന്ന രീതിയിൽ, മലക്കാണെങ്കിലും കുഴപ്പമില്ല എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. മലക്കാണ് എങ്കിലും കുഴപ്പമില്ല. ആ ക്ലിപ്പ് കേൾപ്പിക്കാൻ എന്നെ അനുവദിച്ചാൽ, എന്റെ കയ്യിൽ ക്ലിപ്പുണ്ട്, ആ ക്ലിപ്പ് കേൾപ്പിക്കാൻ അനസ് മൗലവി അനുവദിച്ചാൽ, പൂർണ്ണമായി ആ ക്ലിപ്പ് കേൾപ്പിക്കാൻ അനുവദിച്ചാൽ ഞാൻ തയ്യാറാണെന്ന് കേൾപ്പിക്കാൻ തയ്യാറാണോ? അനസ് തയ്യാറാണോ? അനസ് സംസാരിച്ച് കേൾപ്പിക്കാൻ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ കേൾപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ എതിർത്താലല്ലേ നിങ്ങൾ കേൾപ്പിക്കേണ്ടതുള്ളൂ? അപ്പൊ അള്ളാഹു പറഞ്ഞു കേട്ടോളൂ. അതായത് കൈയടിക്കണം. നമ്മള് മര്യാദ, നമ്മളിപ്പോ അക്ബറിക്കാരുടെ സദസ്സിൽ പോലും മര്യാദ പാലിക്കണം. നമ്മൾ കൈയടിക്കണം. നമ്മളൊക്കെ എന്തിനാ ഒരു വികാരം? എന്തിനാ? അപ്പൊ വെച്ചാല് കേട്ടോ, എന്താ സംഭവം അറിയോ? മലക്കാണെന്ന് ഉറപ്പിച്ചു. ഞാൻ പറഞ്ഞതെന്ന് പറയട്ടെ. ഹാജറ ബീബിയുടെ സംഭവമാണല്ലോ മർമ്മമായി പറഞ്ഞത്. എന്താണ് മർമ്മം?
കേട്ടോ. അത് വാചകം തന്നെ എന്താണെന്നറിയോ? വാചകം തന്നെ എന്നറിയോ? അത് ഒരാള് നമ്മളിങ്ങനെ നിൽക്കുക, വഴി നിൽക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഒരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ടിട്ട് ജിന്നാണ് മലക്കാണെന്ന് ഊഹിക്കല്ല. നേരെ ഒരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ടു. ഹാജറ ബീവി ചോദിച്ചവർ അസ്മാക്, നീ ശബ്ദം കേൾപ്പിച്ചല്ലോ. അസ്മാക്, നീ ശബ്ദം കേൾപ്പിച്ചല്ലോ. ഉടൻ തന്നെ മൂപ്പര് പ്രകടമാകുകയാണ് നമ്മുടെ മുന്നിലേക്ക്. എന്ന് പറയാം, ഞാൻ മലക്കാണ്. ഓ മലക്കായിക്കോട്ടെ, എവിടുന്നാ വരുന്നത്? ഞാൻ വരുന്നത് ഇപ്പോ കൽപ്പന പ്രകാരം ഇറങ്ങി വന്നതാ. ഈ രൂപത്തിൽ ഒരാൾ മുന്നിൽ ഉറപ്പായി ജിബ്രീൽ വന്നു, അല്ലെങ്കിൽ മീകായിൽ വന്നു, ഏതെങ്കിലും ഒരു മലക്ക് വന്നു. അയാൾ സംസാരിച്ചാൽ അത് ശിർക്കാണെന്ന് ആരാ പറയുന്നത്? പ്രകടമായി വരിക, ഉറപ്പിക്കുക. അതാണ് ഇബ്രാഹിം നബിക്ക് വന്നു. ആര് വന്നു? മലക്ക് വന്നു. ആ മലക്ക് വന്നു. ഇബ്രാഹിം നബി ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടു കൊടുത്തു, വിവരങ്ങൾ ചോദിച്ചു, സംസാരിച്ചു കഴിഞ്ഞപ്പോഴോ നിങ്ങൾക്കൊരു വിവരം, ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാ. എന്താ സന്തോഷ വാർത്ത? ഒരു കുട്ടി ജനിക്കാൻ പോകുന്നു. ഭാര്യ അവിടെ ഉണ്ട്. ഇബ്രാഹിം നബി മാത്രല്ല, ഇബ്രാഹിം നബിയുടെ ഭാര്യ അത് കേട്ട് നിൽക്കുന്നുണ്ട്. അവര് ചിരിച്ചുകൊണ്ട് അകത്തേക്കോടി. ഖുർആൻ പറയാ, ചിരിച്ചുകൊണ്ട് അകത്തേക്കോടി എന്ന് ഖുർആൻ പറയാം. അപ്പൊ വളരെ വ്യക്തമാണ് സംഗതി. അപ്പൊ ഹാജറ ബീവിയുടെ സംഭവത്തിൽ മാത്രല്ല മലക്ക് വന്നത്. ഇനി നിങ്ങൾ നോക്കൂ, മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ മലക്ക് വന്നു, മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ട് എന്താ പറഞ്ഞത്? ഞാൻ ദാ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നു. ഞാൻ ആരാ? മലക്കാണ്. ആ മറിയം ബീവി എന്താ വിചാരിക്കണത്? മനുഷ്യനാണ്. അവര് പറയാണ്, ഇന്നി അഊദു ബിക മിനർ റഹ്മാനി ഇൻ കുന്ത തഖിയ. അല്ലാഹുവിനോട് ഞാൻ നിന്നിൽ നിന്ന് അഭയം ചോദിക്കുകയാണ്. ആരാ വന്നു നിൽക്കുന്നത്? ജിബ്രീലാണ്. ആരമല്ല വന്നു നിൽക്കുന്നത്? മറിയത്തിന്റെ മുന്നിലാണ്. ആ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന് വിശ്വാസമാണില്ല, മലക്കാണ്. മലക്ക് തന്നെ ഞാന്. അള്ളാഹുവിനോട് ഞാൻ നിന്നോട് അഭയം ചോദിക്കുകയാണ്, കുട്ടിയെ തരാമെന്നതാന്നാ പറഞ്ഞത്. അതാ പേടിച്ചത്. മനസ്സിലായോ? മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ ഇത് ശിർക്കാണ് എന്ന്. അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുന്ത തഖിയ. മനസ്സിലായോ? ഞാൻ മനുഷ്യനാണ്. ഏതെങ്കിലും തരത്തിലൊരു വാക്കിൽ പിഴവൊക്കെ സംഭവിക്കാം. നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു പരിഗണനയെങ്കിലും എനിക്ക് ഞാൻ മലക്കല്ല. അത് മനസ്സിലാക്കിക്കോ. ഞാൻ മലക്കല്ല, മനുഷ്യനാണ്. ആ ഒരു പരിഗണനയൊക്കെ എനിക്ക് തന്നൂടെ? അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുന്ത തഖിയ. ഞാനതിന്റെ രംഗം കാണിച്ചത്. അങ്ങനത്തെ ഒരുപാട് രംഗങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ലേ? അനസേന്ന് വിളിച്ചിട്ട് ആളുകൾ വികാരപ്പെട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ തിരുവനന്തപുരത്ത് സക്കരിയാ സലാഹിയുടെ പ്രസംഗം കൊണ്ട് കുറെ ആൾ ഖുറാഫാത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഇവര് തിരുവനന്തപുരത്ത് എന്തോ കാര്യമായി നേടിയെന്ന് മറുവശം ആളുകൾ വിചാരിച്ചിട്ടാ ഹാജറ ബീവി സംഭവം പറഞ്ഞ് കൊളാക്കുക. ഇവിടെ മൂപ്പര് ജബ്ബാർ മൗലവി ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീക്കുന്ന ആള് പരിസരത്താരെയും കാണുന്നില്ല. ഒരു ശബ്ദം കേട്ടു, ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന് വിചാരിച്ച് ഒരു വെളിച്ചം തരാമോ, ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചാൽ അതിൽ അഭൗതികതയില്ല, ശിർക്കില്ല എന്ന് പറഞ്ഞു. അത് ശിർക്ക് തന്നെയാണെന്ന് ഇപ്പൊ പറയണു. അപ്പൊ ഹാജറ ബീവി സംഭവത്തിലും ഉള്ളത് അങ്ങനെ തന്നെയല്ലേ? എന്നിട്ട് മൂപ്പരിനോട് പറയാ, മഖീസും അലയ്യൊക്കെ ഒന്ന് പഠിക്കണം. എന്താ ഖിയാസ് ആക്കുന്ന ഏതിനോടാണ്? ഖിയാസ് ആക്കപ്പെടുന്നത് എന്താണ്? രണ്ടിലുമുള്ള ഇല്ലത്ത് എന്താണ്? ആരാ ഹാജറ സംഭവം കൊണ്ടുവന്നത്? അബ്ദുറഹ്മാൻ സലഫി. എവിടുന്ന്? ജിദ്ദേന്ന്. എന്തിന്? യാ ഇബാദല്ലാഹ് ക്ലിയർ ആക്കാൻ അല്ലേ? യാ ഇബാദല്ലാഹ് എന്നത് ക്ലിയർ ആക്കാൻ കൊണ്ടുവന്നതാ. അത് രണ്ടും തമ്മിലുള്ള ഇല്ലത്ത് എന്താ മുസ്ലിയാരെ? എന്താ ഇല്ലത്ത്? മലക്കും ജിന്നുമാണ്. അബ്ദുറഹ്മാന്റെ ചോദ്യം അല്ലേ? വിജനമായ സ്ഥലത്ത് നിന്ന് അത് ജിന്നാകട്ടെ മലക്കാകട്ടെ സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് യാ ഇബാദല്ലാഹി നൂനി എന്ന് വിളിക്കാൻ അത് ശിർക്കുണ്ടോ എന്നാ ചോദ്യം. അത് പറയുന്ന എന്തിനാ ജിബ്രീലിന് ഹാജറ സംഭവം കൊണ്ടുവന്നത്? രണ്ടിലും കണ്ണിൽ കാണാത്ത, അങ്ങോട്ട് കാണുന്നില്ല പക്ഷെ ഇങ്ങോട്ട് കാണുന്ന മലക്കും ജിന്നുണ്ട്, അതിനാ കൊണ്ടുവന്ന്. അവിടെ മഖീസും അലിയൊക്കെ അബ്ദുറഹ്മാൻ സലഫിയോടൊന്ന് ചോദിച്ചു പഠിക്കണം. മൂപ്പര് നേരത്തെ ഖിയാസാക്കിയങ്ങൾ കണ്ടില്ലേ? മരിക്കാൻ നേരത്തെ പന്നിയിറച്ചി തിന്നണതും മരിക്കാൻ നേരത്തെ ജിന്നിനെ വിളിക്കണം. നല്ല ഖിയാസ. അതിന്റെ മഖീസും അലിയോ എന്ന് പറഞ്ഞാട്ടെ കേട്ടോ. അപ്പൊ ഈ രൂപത്തിൽ സുഹൃത്തുക്കളെ പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മലക്ക് ജിന്ന് എന്നത് ഇബാദല്ലാഹ് എന്നതിൽ പെടുന്നു. നമ്മൾ പണ്ടേ പറഞ്ഞതാണ്. ഞാൻ മണ്ണാർക്കാട് സംവാദത്തിൽ പറഞ്ഞിട്ടുണ്ട് 2004. ഹനീഫ് ഉണ്ട് അവിടെ, മജീദ് സലാഹി ഉണ്ട്, അംസബാക്കവി ഉണ്ട്.
അത് ശിർക്കാ നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ? ഞാൻ ചോദിച്ചിരുന്നു. പക്ഷേ ഇനിയും പറഞ്ഞിട്ടില്ല. പറയാൻ അവർക്ക് കഴിയില്ല. കാരണം അത് എന്റെ വാക്കല്ല, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ വാക്കാണ്, ലോകത്തുടനീളമുള്ള സലഫി പണ്ഡിതന്മാരുടെ വാക്കാണ്. സുഹൃത്തുക്കളെ, ഈ പുസ്തകത്തിൽ തന്നെ കുണ്ടുതോട് സംവാദത്തെ കുറിച്ച് പല തെറ്റിദ്ധാരണകളും പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞതറിയോ? കുണ്ടുതോട് സംവാദത്തില് ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആർക്ക്? ഖുറാഫികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഇത് രോഗശമന പ്രാർത്ഥനയാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് അവർക്ക് അവിടെ സംവാദ വിഷയമാക്കാതിരുന്നത്. വാസ്തവത്തിൽ എന്താ സംഭവിച്ചത്? നമ്മൾ പറഞ്ഞ റുഖ്യ അവരംഗീകരിച്ചു. അതെന്താ? ആയത്ത്, ഹദീസ്, ഖുർആനിലെ ദിക്റുകൾ കൊണ്ടുള്ള റുഖ്യ ഖുറാഫികൾ അംഗീകരിച്ചു. മാത്രല്ല, ശിർക്കല്ലാത്ത മന്ത്രങ്ങൾ അത് തെറ്റില്ല എന്ന് അവരും അംഗീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ കുണ്ടുതോട് അത് ഒരിക്കലും തന്നെ വിഷയമാക്കാതിരുന്നത് എന്ന് കുണ്ടുതോട് സംവാദ വ്യവസ്ഥ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അതല്ലാതെ രോഗശമന പ്രാർത്ഥനയാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ടല്ല. അള്ളാഹുവിന്റെ ഖുർആൻ വരെ സുഹൃത്തുക്കളെ ഈ പുസ്തകത്തിൽ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ പുസ്തകത്തിൽ എടുത്തു നോക്കിയാൽ പുസ്തകം ഒറ്റ നോട്ടത്തിൽ തന്നെ KM മൗലവി